നമ്മുടെ പ്രാർത്ഥനകളുടെ 22ാമത്തെ ദിവസത്തേക്ക് ക്രിസ്തുവിൽ നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. മതിൽ പണിയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ വീണ്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നിങ്ങളെ ഞാൻ ഇന്ന് രാവിലെ ഓർമ്മിപ്പിക്കുന്നു. പ്രത്യേകിച്ച് കൊരിന്ത്യർ ലേഖനത്തിലെ ഒരു വിഷയം നിങ്ങളെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കൃപാവരങ്ങളുടെ ദുരുപയോഗം എന്ന് പറയുന്ന വിഷയങ്ങൾ. കൊരിന്ത്യർ സഭയ്ക്കകത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്നായിരുന്നു കൃപാവരങ്ങളുടെ ദുരുപയോഗം. അപ്പോൾ അതുകൊണ്ടാണ് 12ാം അധ്യായത്തിൽ ആത്മീക വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരാകരുത് എന്ന് പറഞ്ഞ് പൗലോസ് സഭയ്ക്ക് പ്രബോധിപ്പിക്കുകയും സഭയെ ആത്മാവിൽ ഒരുമിപ്പിക്കുകയും ചെയ്യുന്നത്. കൊരിന്ത്യർ സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് എല്ലാ കൃപാവരങ്ങളും അവർക്കുണ്ട്. ഈ കൃപാവരങ്ങൾ പരസ്പരം ഉള്ളതുകൊണ്ട് അവർക്ക് പരസ്പരം വിധേയപ്പെടാനുള്ള ഒരു പ്രശ്നം അവർക്കുണ്ടായിരുന്നു. പ്രവാചകൻ പാസ്റ്റർക്ക് കീഴ്പ്പെടുന്നില്ല, പാസ്റ്റർ അപ്പോസ്തലന് കീഴ്പ്പെടുന്നില്ല, സുവിശേഷകൻ പാസ്റ്ററോട് അക്കൗണ്ടബിലിറ്റി ഇല്ല. ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ അതിനകത്തുണ്ടാകുകയും കൃപാവരങ്ങളുടെ ഒരു ശരിയല്ലാത്ത ഒരു ഉപയോഗം അവിടെ നടക്കുകയും ചെയ്തപ്പോൾ പൗലോസ് പറയുകയാണ്, എന്തിനാണ് കൃപാവരങ്ങൾ ഉപയോഗിക്കപ്പെടുന്നത്? കൃപാവരങ്ങളിൽ ഏറ്റവും പ്രസക്തമായതും ഏറ്റവും അധികം വേണമെന്ന് പറഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്ന ഭാഗമാണ് പ്രവചനവരം വാഞ്ചിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തിനാണ് ഒരു പ്രവാചകനെ ദൈവം ഒരു സഭയ്ക്കകത്താക്കിയിരിക്കുന്നത്? എന്താണ് ഒരു പ്രവാചകന്റെ ഓഫീസ്? ആ ഒരു പ്രവാചകനിൽ കൂടെ ആ സഭയ്ക്കകത്ത് ദൈവം എന്താണ് ചെയ്യുന്നത്? ഞാൻ വീണ്ടും വീണ്ടും ഈ ദിവസങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ഈ പ്രധാനപ്പെട്ട ഓഫീസിനെയാണ് പിശാച് ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുന്നത്. കള്ളപ്രവാചകന്മാരെ എഴുന്നേൽപ്പിക്കുകയും പ്രത്യേകിച്ച് ജാതികളിൽ നിന്നുള്ള വിശ്വാസത്തിൽ വന്ന ആളുകൾ ഈ പ്രവചനവരത്തിൽ വല്ലാതെ അഡിക്റ്റ് ആയി പോകും. കാര്യം അവർ ജാതകം നോക്കിയ ആളുകളാണ്, ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന തത്തമ്മയുടെ കാർഡ് എടുപ്പിച്ച് ഭാവി കേട്ട ആളുകളാണ്, കൈ നോക്കിയ ആളുകളാണ്. ഇങ്ങനെ പല കാര്യങ്ങളിൽ കൂടെ ഭാവി അറിയുവാനുള്ള മാർഗം അന്വേഷിച്ചിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ പലപ്പോഴും ചർച്ചിനകത്തേക്ക് വരുന്നത്. അപ്പൊ ചർച്ചിനകത്തേക്ക് വരുമ്പോൾ അവരുടെയും മനസ്സിനകത്ത് ഒരു പ്രവാചക അഭിഷേകമുള്ള ഒരാളെ കാണുമ്പോൾ പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ചിന്ത, ഇവരുടെ അടുക്കൽ പോയാൽ ഭാവി കേൾക്കാം. ദൈവസഭയുടെ ഭാവി പറയുന്നതല്ല പ്രവചനമെന്ന് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഒരു സഭയ്ക്കകത്തൊരു പ്രവാചകൻ ഉണ്ടെങ്കിൽ പ്രവാചകൻ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രവാചകൻ റെസ്റ്റോറേഷന്റെ അഭിഷേകമുള്ളവനായി. പ്രവാചകൻ എപ്പോഴും ദൈവത്തിന്റെ ശബ്ദമായി നിന്ന് ജനത്തെ കറക്റ്റ് ചെയ്യുന്നവനായിരിക്കും. പ്രവാചകൻ എപ്പോഴും ദൈവത്തിലേക്ക് ജനത്തെ തിരിച്ചു കൊണ്ടുവരുന്നവനായിരിക്കും. അതല്ലാതെ പ്രവാചകൻ പേര് വിളിക്കണമെന്ന് നിർബന്ധമില്ല. പേര് വിളിക്കുക, ഭാവി പറയുക എന്ന് പറയുന്നത് സ്പിരിറ്റ് ഓഫ് നോളജ്, സ്പിരിറ്റ് ഓഫ് വിസ്ഡം, ഇങ്ങനെ ഒരു മേഖല യൂസ് ചെയ്യുന്നതാണ്. എന്നാൽ പ്രവാചകൻ എന്ന് പറയുന്നത് എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു ചർച്ചിനകത്ത് ഒരാൾക്ക് ഒരു പ്രശ്നമുണ്ടായി, ആ പ്രശ്നമുണ്ടായ ആളുകളെ കർത്താവിലേക്ക് തിരിച്ചു കൊണ്ടുവരിക. ഒരു പിന്മാറ്റത്തിൽ ഒരുത്തൻ പോയി, അവ പിന്മാറ്റക്കാരനെ തിരിച്ചു കൊണ്ടുവരിക. ഇതാണ് പ്രവാചകന്റെ ഓഫീസ് എന്ന് പറയുന്നത്. ഇസ്രായേലിന്റെ ചരിത്രം പഠിക്കുമ്പോൾ യെശയ്യാവിനെ എഴുന്നേൽപ്പിക്കുന്നു, ഇരമ്യാവിനെ എഴുന്നേൽപ്പിക്കുന്നു, യെഹെസ്കേലിനെ എഴുന്നേൽപ്പിക്കുന്നു, സാമുവേലിനെ എഴുന്നേൽപ്പിക്കുന്നു. ഇവരാരും പേര് വിളിക്കുന്നവരല്ല. ഇവരെല്ലാം പ്രവാസത്തിൽ കടന്ന ജനത്തിന്റെ പ്രവാസങ്ങളെ പൊളിച്ച് യെരൂശലേമിലേക്കും ദൈവത്തിങ്കിലേക്കും ജനത്തെ മടക്കി കൊണ്ടുവന്നവരാണ്. ഈ ദിവസങ്ങളില് ഇത്തരത്തിലുള്ള ആത്മീക വെളിപ്പാടുകളില്ലാതെ കൃപാവരങ്ങളെ ദുരുപയോഗം ചെയ്യുന്ന മേഖല എപ്പോഴും ദൈവസഭയെ തകർത്ത് കളയുന്ന മേഖലയാണ്. ഞങ്ങൾ വിശ്വാസത്തിൽ വന്ന സഭയില് 25 വർഷങ്ങൾക്ക് പുറകില് അതിശക്തമായ ആത്മീയ ഉണർവുകൾ നടക്കുന്ന ആ സഭയെ നശിപ്പിച്ചത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർക്ക് അഡിക്റ്റായി പോയ ഒരു പാസ്റ്റർ ആയിരുന്നു ഞങ്ങളുടെ പാസ്റ്റർ. അതുകൊണ്ട് പ്രവാചകന്മാർ വന്ന് സ്പിരിച്വലി അബ്യൂസ് ചെയ്ത് ഭൗതിക നേട്ടത്തിനു വേണ്ടി സ്പിരിച്വൽ അബ്യൂസ് നടത്തിയ സഭയെ തകർത്ത് കളയാനിടയെത്തുന്നു. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ, ഇതുപോലെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ മതിലിളിയാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ എങ്ങും പോകണ്ട. നിങ്ങളുടെ ഭാവി കർത്താവിന്റെ കയ്യിൽ സുരക്ഷിതരമാണ്. കർത്താവ് നിങ്ങളെ കണ്ടിരിക്കുന്നു, നിങ്ങളെ അവന്റെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നത്, എന്നോടൊരു ദൂത് ദൈവത്തിന് കൈമാറാനുണ്ടെങ്കിൽ ഞാനൊരു പ്രവാചകനെയും അന്വേഷിച്ചു പോകണ്ട, പ്രവാചകൻ എന്നെ അന്വേഷിച്ചു വരും. അതാണ് ഞാൻ വിശ്വസിച്ചിട്ടുള്ളത്.
ഒരു പ്രവാചകനെയും തേടി ആരും എങ്ങും പോയ ചരിത്രം വേദപുസ്തകത്തിലില്ല. പക്ഷെ പ്രവാചകന്മാർ തേടിപ്പോയിട്ടുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ഇതുപോലെയുള്ള ആത്മീക കണ്ണു തുറക്കലുകളുടെ ദിവസങ്ങളായി ദിവസങ്ങൾ തീരട്ടെ. പ്രവാചകന്മാർ നിങ്ങളോട് വന്ന് ദൂത് പറയുന്ന ദിവസങ്ങളായി മാറട്ടെ. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുക, കൃപാവരങ്ങളുടെ ദുരുപയോഗം ദൈവസഭകൾക്കകത്ത് നടക്കാതിരിക്കാൻ നമുക്ക് ആത്മാവിൽ മതിൽ കെട്ടാം. പരിശുദ്ധയാത്മാവിന്റെ കൂടെ നമുക്ക് നിൽക്കാം. ദൈവശബ്ദത്തെ കൃത്യമായിട്ടും കേൾക്കാം. ഈ 22ാമത്തെ ദിവസം അതിശക്തമായ ഒരു വേലി നിങ്ങളുടെ ചുറ്റും പണിയപ്പെടട്ടെ. ഒരു കള്ളപ്രവാചകനും പൊളിക്കാൻ പറ്റാത്ത, ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി ദൂത് പറഞ്ഞ് നിങ്ങളെ നശിപ്പിക്കാത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ പ്രവേശിക്കട്ടെ. വീണ്ടും പ്രാർത്ഥിക്കാം, മതിൽ പണിയാം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.